അപ്പാനിയാണ് ചേരുന്നത്. ഏറെ സന്തോഷത്തോടു കൂടി. നമസ്കാരം. നമസ്കാരം. ലിറ്ററലി ഇങ്ങനെ ഒരു നിമിഷം ഒരുപാട് കാലമായിട്ട് മിസ്സിംഗ് ആയിരുന്നു. ഡെഫിനറ്റ്ലി വലിയ സിനിമകൾ ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് അങ്കമാലി ഡയറീസും അനന്തൻകാടിൻ്റെയും ഇടയിൽ ഒരുപാട് സിനിമകൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പാനി എന്തെങ്കിലും സ്ക്രീനിൽ ചെയ്യുമ്പോൾ ആളുകൾ ചിയർ ചെയ്യുക, ആളുകൾ കൈയടിക്കുക. അതായത് ആക്ടറും ഈ പറയുന്ന പെർഫോമറും ഓഡിയൻസ് തമ്മിലുള്ള ഒരു ബന്ധമുണ്ടല്ലോ. നാടകത്തിലൊക്കെ അത് കുറച്ചുകൂടി എവിഡൻ്റ് ആണ്. നമ്മൾ വൺസ് ഒരു ആക്ടർ നാടകത്തിൽ നോട്ടീസ് ചെയ്തപ്പെട്ടാൽ പിന്നെ എപ്പോഴൊക്കെ ആ ആക്ടർ നാടകത്തിൽ വരുന്നു അപ്പോഴൊക്കെ ആളുകൾ കൈയടിക്കും. അതുപോലെ അപ്പാനിയുടെ സീനുകൾ ഫസ്റ്റ് തൊട്ടേ കൺവേ ആവുന്നു, ആളുകൾ ഫസ്റ്റ് തൊട്ടേ കൈയടിക്കുന്നു. അതായത് കൈയടി മാസ് സീക്വൻസുകൾക്ക് മാത്രമല്ല, ആര്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയുന്ന ഒരു ഹ്യൂമർ ഡയലോഗിന് പോലും ആളുകൾ ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് കണക്റ്റായ അപ്പാനിയുടെ ഏറെക്കുറെ പറഞ്ഞ രണ്ടാമത്തെ കഥാപാത്രമാണ് അനന്തൻകാട്. ഇങ്ങനെ ഒരു നിമിഷം പ്രതീക്ഷിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് വേണമെങ്കിൽ പറയാം. കാര്യം ഇപ്പം ബ്രോ പറഞ്ഞതുപോലെ അങ്കമാലിക്ക് ശേഷം കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. അപ്പം എല്ലാ സിനിമകളും നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തിയേറ്ററിൽ കയ്യടി കിട്ടണം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണ് ചെയ്യുന്നത്. പലപ്പോഴും അത് കിട്ടാതെ പോകുമ്പോൾ വളരെ സങ്കടം തോന്നിയിട്ടുണ്ട്. തിയേറ്ററിൽ ഇങ്ങനെ ആലോചിക്കുന്നത്, ഈ സീനിൻ്റെ കയ്യടി കിട്ടുമോ, അപ്പോൾ കിട്ടാതിരിക്കുമ്പോൾ വളരെ സങ്കടമായിട്ടുണ്ട്. അപ്പം അപ്പോഴൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഏതെങ്കിലും നല്ലൊരു ക്യാരക്ടർ വന്നു ഇനി ഈ പറഞ്ഞ എൻ്റെ ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ കിട്ടിയ ഒരു സ്വീകാര്യതയും കയ്യടിയൊക്കെ എനിക്ക് ഇനിയും കിട്ടണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞാൻ ഒരുപാട് പ്രയത്നിച്ചു. അതുകൊണ്ടായിരിക്കാം അനന്തൻകാടിലെ ജാക്സൺ എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടിയത്. 10 വർഷത്തെ ഒരു ഗ്യാപ്പ് കൂടി ഉണ്ടല്ലോ. അതെ, ഈ പറഞ്ഞ കയ്യടി എന്ന് പറയുന്ന ഒരു ഏരിയക്ക് വരാൻ വേണ്ടിയിട്ട്. ഈ 10 വർഷമൊക്കെ എന്താ അപ്പാനി പഠിച്ചത് പേഴ്സണലി മലയാള സിനിമയിൽ നിന്നിട്ട്? 10 വർഷം കൊണ്ട് കുറേ പഠിച്ചു ബ്രദർ. പഠിച്ചത് മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നാമതൊരു ക്ഷമ വേണം. ഇൻഡസ്ട്രിയിൽ നിൽക്കുമ്പോൾ ക്ഷമ എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ആക്ടറെ സംബന്ധിച്ച്. പിന്നെ പലപ്പോഴും പലയിടത്തും തോറ്റെന്ന് വരാം, പലയിടത്തും നമ്മൾ ഈ പറഞ്ഞ അപമാനിക്കപ്പെടാം, ഒഴിവാക്കപ്പെടാം ഒക്കെ ചെയ്യാം. സോ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ മുഴുവനായിട്ട് പറഞ്ഞാൽ നമുക്ക് ഇതിനോടുള്ളൊരു സ്നേഹവും അല്ലെങ്കിൽ ഇതിനോടുള്ളൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഭ്രാന്താണല്ലോ. ഞാൻ നാടകത്തിൽ തുടങ്ങി, സ്കൂൾ കാലം തൊട്ടേ നാടകത്തിൽ തുടങ്ങി, തിരുവനാടകങ്ങളിലൂടെ കളിച്ചു കിടന്നു, കാലടിയിലെത്തി, നാടകത്തിൽ PG കഴിഞ്ഞു, സിനിമയിലെത്തി, അങ്കമാലിയിലെത്തി. ആദ്യ സിനിമ തന്നെ ഇത്രയും ജനങ്ങൾ സ്വീകരിക്കുമെന്ന് നമ്മൾ അത്രയൊന്നും വിചാരിക്കുന്നില്ല. അതിനുശേഷമുള്ളതായിരുന്നു അത് ഭീകരമായിട്ടുള്ള സർവൈവൽ. അതിനു മുമ്പുള്ളൊരു ലൈഫും ജീവിതമായിരുന്നു, അതങ്ങ് പോവും, ജീവിച്ചങ്ങ് പോവും. പക്ഷെ ഇത് ഭീകര സർവൈവൽ, ഈ ഒരു പിടികിട്ടാത്ത ഒരു സർവൈവൽ. കാര്യം നടനാവുകയും ചെയ്തു, ആൾക്കാർ അക്സെപ്റ്റബിൾ നമ്മൾ ഉള്ളിലോട്ട് എടുക്കുകയും ചെയ്തു. അപ്പം നമ്മൾ എന്തു ചെയ്തിട്ടും അത് ചിലത് വർക്കാവുന്നില്ല, ചിലത് വർക്കായാൽ പോലും അത് വർക്കാണെന്ന് പറയുന്നില്ല. അങ്ങനെ പലതരത്തിൽ എന്നെ ഇട്ട് ഇങ്ങനെ തട്ടി 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 ഞാൻ അങ്ങനെ പോവായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, നമുക്കൊരു ലൈഫുണ്ട്, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ആകെ ഒരു മുന്നോട്ടുള്ള എൻ്റെ ജീവിതത്തിലെല്ലാം ഇപ്പോഴും ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് വരുന്ന സിനിമകൾ ചെയ്താലേ പറ്റുള്ളൂ. ചെയ്തു, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നു. ഒരു സമയത്ത് ഇഷ്ടപ്പെട്ട നടൻ അല്ലെങ്കിൽ ഒരു സമയത്ത് നല്ല കൈഡി കിട്ടിയ ഒരു ആക്ടർക്ക് പിന്നെ 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 ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു, വീണ്ടും അവിടെ നിന്ന് തിരിച്ചു കയറി വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 3 വർഷം മുമ്പ് മുരളിച്ചേട്ടൻ ഈ സബ്ജക്റ്റ്, ഇങ്ങനൊരു ക്യാരക്ടറിനെ കുറിച്ച് എന്നോട് സംസാരിക്കുന്നതും, പിന്നീട് അതിൻ്റെ കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം അതിൻ്റെ പ്രോജക്റ്റിലേക്ക് മാറുന്നതും, ജാക്സണിലേക്ക് എത്തുന്നതൊക്കെ ഒരു മാറ്റമായിരുന്നു ലൈഫിൽ. വലിയൊരു മാറ്റം തന്നെയാണ്. എന്താ പറയുക, ഒരു വലിയ സന്തോഷവും സമാധാനം തരുന്നു. പക്ഷെ ഞാനിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അതിൽ ഒരുപാടൊന്നും അങ്ങനെ ഒരു ഇത് ആവുന്നില്ല. ഇല്ല 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 ഞാൻ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ഭാഗ്യം ഞാൻ അതിൽ മനസ്സിലാക്കി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പം ഇനി അങ്ങോട്ടും ഈ പറയുന്ന പോലെ കാത്തിരിക്കാൻ ഞാൻ എത്രയോളം ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ്. കാരണം ഞാൻ പഠിച്ചു, ഈ 10 കൊല്ലം കൊണ്ട് ഞാൻ കുറേ പഠിച്ചു. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോൾ അടുത്തൊരു അവസരത്തിന് വേണ്ടി പെട്ടെന്ന് എടുത്ത് ചാടില്ല. എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടിയാൽ ഞാൻ മര്യാദയ്ക്ക് ചെയ്യും, അത് വെച്ച് ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചു പോകും. അത്ര തന്നെയാണ്. കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ആര്യയ്ക്ക് പോലും അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ആര്യയ്ക്ക് പോലും കിട്ടാത്തൊരു ഭയങ്കരമായ കയ്യടിയായിരുന്നു ഈ പറഞ്ഞ സിനിമയുടെ അകത്ത്. ഈ സാബുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട സീനിൽ പഞ്ച് ഡയലോഗ് പ്ലേസ് ചെയ്യുമ്പോൾ ജാക്സണ് കിട്ടുന്നത്. ഒരു ആക്ട് ചെയ്യുമ്പോൾ അതിന് കയ്യടിയുണ്ട്, അതിനുശേഷം ഡയലോഗിന്
കൈയടിയുണ്ട്. ആളുകളുടെ മനസ്സിൽ ജാക്സൺ ഭയങ്കരമായിട്ട് രജിസ്റ്റർ ആവുന്നുണ്ട്. ഞാൻ പറയുന്നത് അങ്ങനെ, അതായത് ഈ പറഞ്ഞ ആ തോട്ടേറിന് ശേഷം ലിറ്ററലി ഇതിനും അതുപോലെ തന്നെ വയലിൻ്റെ കാര്യമായിരുന്നു. പക്ഷെ ഇവിടെ നായകന്റെ സ്ഥാനത്താണെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയുന്നത് അത് കിട്ടിയപ്പോ ഇത്രയും കാലം ഞാൻ ഇതിനു വേണ്ടിയിട്ടാണോ കാത്തിരുന്നത്? ഒരു മറ്റൊരാളെക്കാൾ എന്നുള്ളതല്ല, ഇപ്പം എല്ലാവരും അവരവരുടെ ജോലികൾ വൃത്തിയായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു സ്പേസ്, എന്റെ കഥാപാത്രം എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ വളരെ നീറ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഇതെനിക്ക് വലിയ ആവശ്യവും കൂടെ ആയിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ ആവശ്യമാണ്. തിയേറ്ററിൽ ഒരു നല്ലൊരു പെർഫോമൻസ് കൊടുക്കുക, എൻ്റെ ഓഡിയൻസിനെ എനിക്ക് തിരിച്ചു പിടിക്കുക, എന്നെ വളർത്തിയ എൻ്റെ ഓഡിയൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ സിനിമ കാണുന്ന ആൾക്കാരാണ് എന്നെ ശരത്തും ഒരു വെയിറ്റിംഗ് നിന്ന് അപ്പാന് ശരത്തിലേക്ക് ആക്കിയത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ ഞാൻ ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്താൽ മാത്രമേ അവരെന്നെ മനസ്സിലേക്ക് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അവർക്ക്. കാര്യം എന്നെക്കാട്ടി ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല പെർഫോം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്താലേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ 100% അതിൽ ഒരു ഇൻവോൾവ് ആയേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തു. പിന്നെ അതിന് ഏറ്റവും സപ്പോർട്ട് വേണം. ഇപ്പൊ എനിക്ക് ആ ക്യാരക്ടർ ഞാൻ മാത്രം വിചാരിച്ചാൽ ശരിയാവില്ല. ഒന്നാമത്തെ കാര്യം നല്ല സ്ക്രിപ്റ്റ്, മുരളിച്ചേട്ടൻ്റെ സ്ക്രിപ്റ്റ്. മുരളിച്ചേട്ടൻ അതിന് എന്നെ അദ്ദേഹത്തിനോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട കാര്യം. ഞാൻ ഒരു സമയത്ത് സ്റ്റക്കായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് അദ്ദേഹം ഈ കഥാപാത്രം എൻ്റെ അടുത്തേക്ക് തരുന്നത്. അപ്പൊ എനിക്കൊരു പുതിയൊരു വാതിലൂടെ അദ്ദേഹം തുറന്നിടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് സ്വയം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഡ്രംസ് വായിക്കുന്ന പോലെ അഭിനയിക്കുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അതിന് വേണ്ടിട്ട് അപ്പനയുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമം ഉണ്ടായിട്ടുണ്ട്. അപ്പനെ സമയം എടുത്ത് പഠിച്ചിട്ടുണ്ട്. അതെ. ഇങ്ങനെയൊക്കെ കൂടി പണിയെടുക്കാൻ കൂടി പറ്റുന്ന ഒരു സ്പേസിലേക്ക് കൂടി എത്തിയത് അല്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആവശ്യം. നമ്മുടെ ഒരു ഡ്രം സത്യം പറഞ്ഞാലും മുരളിച്ചേട്ടൻ കഥ പറയുന്ന സമയത്ത് തന്നെ എന്നോട് പറഞ്ഞു, ഷാർത്ത ഡ്രം പഠിച്ചേ പറ്റൂ, ഡ്രമ്മറാണ് ഇതിൽ, ഡ്രം വായിക്കണം. അപ്പൊ ഞാൻ കരുതി ഷൂട്ടിങ്ങല്ലേ, ഡ്രം കുറച്ചൊക്കെ നമുക്ക് നോക്കാം എന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷെ എന്നോട് മുരളിച്ചേട്ടൻ പറഞ്ഞു, ഡ്രം പഠിച്ചിട്ട് എനിക്ക് അപ്പാനി അത് വീഡിയോ എടുത്ത് അയച്ചു തരണം എന്ന് പറയുന്നിടത്ത് ടാസ്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അപ്പം തൊട്ട് ഡ്രം 3 മാസമായിട്ട് എടുത്ത് ഡ്രം പഠിച്ചു എന്ന് വെച്ചാൽ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല, എന്നാലും ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു റൗണ്ട് വായിക്കും. ആ ഒരു ലെവലിലേക്ക് എനിക്ക് ഡ്രം പഠിക്കാൻ പറ്റി. ടാസ്ക് ആയിരുന്നു ശരിക്കും പറഞ്ഞു. നമ്മൾ ചെണ്ട കൊട്ടുന്ന പോലെ അല്ലെങ്കിൽ ജിംബ യൂസ് ചെയ്യുന്ന പോലെ ഒന്നും അല്ലല്ലോ. കുറേ ഐറ്റംസ് ഉണ്ട്. അത് ഭയങ്കര വർക്ക്ഷോപ്പ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഒന്ന് നമ്മളെ മെന്റലി നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആവും. ഞാൻ അത് പഠിക്കാൻ പോയതെടുത്തെന്നാണ് ജാക്സണിലേക്ക് എനിക്ക് കയറാൻ പറ്റിയത്. ഒരുപക്ഷെ ഞാൻ അത് പഠിക്കാതെ ഞാൻ ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് ജാക്സണിലേക്ക് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ആ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു സ്റ്റൈലും ഒക്കെ എനിക്ക് കിട്ടിയത് കൊണ്ടാണ്, അത് പഠിക്കാൻ പറ്റിയത് കൊണ്ടാണ്. അതെന്നെ പഠിപ്പിച്ച മാഷിനോട് നന്ദി. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു, ഫുൾ ടൈം ലൊക്കേഷനിലും കൂടെ തന്നെ ഉണ്ടായിരുന്നു. സെറ്റിലും ഡ്രം ഉണ്ടായിരുന്നു. എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് ഡ്രമ്മൊക്കെ അവർ വാങ്ങി തന്നു പ്രാക്ടീസ്. ആ റൂമിന്റെ സൈഡിൽ കൊണ്ടുപോയി ഡ്രം എപ്പോഴും ഡ്രം കൊട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന്റെ സ്റ്റിക്ക് കറക്കണ ഒരു സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രമ്മറുടെ ഒരു ബോഡി ലാംഗ്വേജ് സ്പീഡില്ല, ആ സ്പീഡ് തന്നെയാണ് ബാക്കിയുള്ള കുറച്ച് വയലൻസ് സീനുകളിലും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്.